ബിരിയാണി ഇഷ്ടപ്പെടാത്ത മലയാളികൾ കുറവായിരിക്കും. എന്നാൽ ഇപ്പോഴത്തെ ബിരിയാണി അരിയുടെ വില ഉയരുന്നത് ബിരിയാണി പ്രേമികൾക്ക് തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പാണ്. കേരളത്തിൽ ബിരിയാണിക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന കയമ അരിക്ക് കിലോയ്ക്ക് 230 രൂപയാണ് ഇപ്പോഴത്തെ വില. കഴിഞ്ഞ 3 മാസത്തിനിടെ ഘട്ടം ഘട്ടമായി അരിയുടെ വില ഉയരുന്നുണ്ട്. മുൻപ് കിലോയ്ക്ക് 110 രൂപയ്ക്കും 115 രൂപയ്ക്ക് കിട്ടിയിരുന്ന അരിക്കാണ് ഇപ്പോൾ ഇരട്ടി വിലയായത്. കിലോയ്ക്ക് 110 രൂപയുണ്ടായിരുന്ന ഡിഗോൺ, വില്ലേജ് ബ്രാൻഡുകൾക്ക് ഇപ്പോൾ 215 രൂപയാണ് വില. 110 രൂപയുണ്ടായിരുന്ന ട്രിപ്പിൾ മാൻ ബ്രാൻഡിന് വില 225 രൂപയായി ഉയർന്നു. KTS ബ്രാൻഡിന്റെ വില കിലോയ്ക്ക് 110 നിന്ന് 220 ഉയർന്നിട്ടുണ്ട്. അനിയന്ത്രിതമായ വിലവർധന കച്ചവടത്തെ ബാധിച്ചെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കേരളത്തിലേക്ക് കൂടുതലായും കയമ അരി എത്തുന്നത് പശ്ചിമ ബംഗാളിൽ നിന്നാണ്. കാലാവസ്ഥാ വ്യതിയാനം കൃഷിമേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. യഥാർത്ഥ രുചിയും ഗുണമേന്മയും ലഭിക്കുന്നത് വിളവെടുത്ത അരി 2 വർഷം സൂക്ഷിച്ച ശേഷം ഉപയോഗിക്കുമ്പോഴാണ്. എന്നാൽ ഇത്തരത്തിൽ കരുതിവെച്ച അരി വൻതോതിൽ കയറ്റുമതി ചെയ്യപ്പെട്ടതും വിലവർധനയ്ക്ക് കാരണമായെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ബിരിയാണി അരിയുടെ വില കുതിച്ചുയർന്നതോടെ ഹോട്ടലുകളിൽ ബിരിയാണിക്ക് വില വർദ്ധിച്ചിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിക്കും ബീഫ് ബിരിയാണിക്കും 20 രൂപ വീതമാണ് കൂട്ടിയത്. വെളിച്ചെണ്ണ വില വർധനയ്ക്ക് പിന്നാലെയാണ് കയമ അരിയുടെ വിലയും കുതിച്ചുയരുന്നത്. ഇതോടെ ഹോട്ടലുകളും കാറ്ററിംഗ് മേഖലയിലുള്ളവരും പ്രതിസന്ധിയിലാണ്.